ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അറിയാം കോമേഴ്സ്. കഴിഞ്ഞ കുറേ വീഡിയോകളിലായി നമ്മൾ +2 ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റാഫിംഗ് എന്ന 6ാമത്തെ അധ്യായത്തിലെ ഫോക്കസ് ഏരിയ പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ ചാപ്റ്ററിൽ നിന്നും 3 വീഡിയോകൾ ഉണ്ടാകും. ഇതിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞ ശേഷം അടുത്ത 2 ഭാഗങ്ങൾ കൂടി നിങ്ങൾ നിർബന്ധമായും കാണേണ്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ്: സ്റ്റാഫിംഗ് മീനിങ്, സ്റ്റാഫിംഗ് പ്രോസസ്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് യൂസ്ഡ് ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്, ട്രെയിനിങ് മെത്തേഡ്സ്. ഈ ടോപ്പിക്സിൽ നിന്നും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സ്റ്റാഫിംഗ് മീനിങ്, സ്റ്റാഫിംഗ് പ്രോസസ് എന്നീ പാഠഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലുള്ള ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാപ്റ്ററിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം എന്നാണ്. ദ ടേം സ്റ്റാഫിംഗ് ഈസ് കൺസേൺഡ് വിത്ത് ദ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പ്ലേസ്മെന്റ്, ട്രെയിനിങ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഒരു സംഘടനയിലുള്ള എല്ലാ ആളുകളുടെയും റിക്രൂട്ട്മെന്റ്, തിരഞ്ഞെടുപ്പ്, നിയമനം, അവരുടെ പരിശീലനം, വളർച്ചയും വികസനവും എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ട പ്രവർത്തനത്തെയാണ് നമ്മൾ ഉദ്യോഗവൽക്കരണം എന്ന് വിളിക്കുന്നത്. സ്റ്റാഫിംഗ് ഈസ് റിലേറ്റഡ് വിത്ത് പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. ഒരു സ്ഥാപനത്തിൽ ശരിയായ വ്യക്തിയെ ശരിയായ ജോലിയിൽ ശരിയായ സമയത്ത് തന്നെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയാണ് സ്റ്റാഫിംഗ് അഥവാ ഉദ്യോഗവൽക്കരണം. ദിസ് ഫംഗ്ഷൻ ഹെൽപ്സ് ടു ഫിൽ ദ ജോബ് വേക്കൻസീസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിലെ ഒഴിവുകൾ നികത്താൻ ഉദ്യോഗവൽക്കരണം സഹായിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലെ മെയിൻ ടോപ്പിക്കായ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്, ഉദ്യോഗവൽക്കരണ പ്രക്രിയയെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ്സിലെ 1ാമത്തെ സ്റ്റെപ്പാണ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്, ആവശ്യമായ മനുഷ്യശേഷിയുടെ ആസൂത്രണം. It is concerned with forecasting the number and type of employees needed by the organization in the future. This estimating may be called as manpower planning or human resource planning. എന്നുവെച്ചാൽ ഭാവിയിലെ ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു സ്ഥാപനത്തിന് എത്ര ജീവനക്കാരെ വേണം എന്നും എങ്ങനെയുള്ള ജീവനക്കാരെയാണ് വേണ്ടതെന്നും കണ്ടുപിടിക്കുന്ന ഒരു പ്രവർത്തനമാണിത്. ഇതിനെ സാധാരണയായിട്ട് മനുഷ്യവിഭവ ആസൂത്രണം എന്നാണ് പറയുന്നത്. Estimating the manpower requirements include workload analysis and workforce analysis. അതായത് മനുഷ്യവിഭവശേഷിയുടെ ആസൂത്രണത്തിന് ജോലിഭാരം വിശകലനം ചെയ്യൽ, ജോലിക്കാരുടെ വിശകലനം എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. വർക്ക്ലോഡ് അനാലിസിസ് ഗിവ്സ് ആൻ അസസ്മെന്റ് ഓഫ് നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് പേഴ്സണൽ റിക്വയർഡ്. ജോലിഭാരം വിശകലനം എന്നാൽ ഒരു സ്ഥാപനത്തിന് ആവശ്യമായ മനുഷ്യവിഭവത്തിന്റെ എണ്ണവും തരവും തീരുമാനിക്കലാണ്. Workforce analysis reveals the number and type of workers at present in the organization. അതായത് ഒരു സ്ഥാപനത്തിൽ നിലവിലുള്ള ജോലിക്കാരുടെ എണ്ണത്തെയും തരത്തെയും പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്ന പ്രവൃത്തിയാണ് ജോലിക്കാരുടെ വിശകലനം. സ്റ്റാഫിങ്ങിലെ അടുത്ത സ്റ്റെപ്പാണ് റിക്രൂട്ട്മെന്റ്. It is the process of searching for prospective employees and stimulating them to apply for jobs in the organization. In other words, it means discovering the source of employees. It is a positive process. എന്ന് വെച്ചാൽ ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരാകാൻ സാധ്യതയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും സ്ഥാപനത്തിലേക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ്. അതായത് ജീവനക്കാരുടെ ഉറവിടം കണ്ടുപിടിക്കുന്ന ഒരു പ്രവൃത്തിയാണിത്. ഇതിനെ നമ്മളൊരു പോസിറ്റീവ് പ്രക്രിയയായി കാണുന്നു. 3rd step is selection, തെരഞ്ഞെടുപ്പ്. After recruitment, the next step in staffing is selection. Selection is the process of choosing the right person who is most suited to the job requirements. Selection is a negative process. അതായത് റിക്രൂട്ട്മെന്റിന് ശേഷമുള്ള അടുത്ത പടിയാണ് സെലക്ഷൻ. സെലക്ഷൻ എന്നാൽ അപേക്ഷ നൽകിയവരിൽ നിന്നും ജോലിക്ക് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ്. സെലക്ഷനെ നമ്മളൊരു നെഗറ്റീവ് പ്രക്രിയയായി കണക്കാക്കുന്നു. സ്റ്റാഫിങ്ങിലെ 4ാമത്തെ സ്റ്റെപ്പാണ് പ്ലേസ്മെന്റ് ആൻഡ് ഓറിയന്റേഷൻ.
നിയോഗിക്കലും പരിചയപ്പെടുത്തലും. പ്ലേസ്മെന്റ് റെഫേഴ്സ് ടു അപ്പോയിന്റിംഗ് ദ എംപ്ലോയി ഓൺ ദി ജോബ് ഫോർ വിച്ച് ഹി ഹാസ് ബീൻ സെലക്റ്റഡ്. എന്നുവെച്ചാൽ ഒരു ഉദ്യോഗാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെട്ട ജോലിയിലേക്ക് നിയമിക്കുന്ന പ്രക്രിയയാണ് നിയോഗിക്കൽ. Orientation means introducing the employee to other employees and familiarizing him with the rules, policies and procedures of the organization. എന്നുവെച്ചാൽ നിയമിക്കപ്പെട്ട ജീവനക്കാരനെ ആ സ്ഥാപനത്തിലെ മറ്റ് ജീവനക്കാരുമായും അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ നിയമങ്ങൾ, നയങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവയുമായും ഒക്കെ പരിചയപ്പെടുത്തുന്ന പ്രക്രിയയാണ് ഓറിയന്റേഷൻ അഥവാ പരിചയപ്പെടുത്തൽ. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, പരിശീലനവും വികസനവും. ട്രെയിനിങ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻക്രീസിംഗ് ദ സ്കിൽ, എബിലിറ്റീസ് ആൻഡ് നോളജ് ഓഫ് എൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ വർക്ക്. അതായത് ഒരു സ്ഥാപനത്തിലുള്ള മാനേജർമാരുടെയും അതുപോലെ തന്നെ തൊഴിലാളികളുടെയും ഒക്കെ അറിവുകളും കഴിവുകളും മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് പരിശീലനം എന്ന് വിളിക്കാം. ഡെവലപ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ കരിയർ ഗ്രോത്ത് ഓഫ് ദ എംപ്ലോയീസ്. ജീവനക്കാരുടെ തൊഴിൽ മേഖലയിലുള്ള വളർച്ചയാണ് വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റാഫിങ്ങിലുള്ള ആറാമത്തെ സ്റ്റെപ്പാണ് പെർഫോമൻസ് അപ്രൈസൽ അഥവാ പ്രവർത്തനം വിലയിരുത്തൽ. പെർഫോമൻസ് അപ്രൈസൽ ഈസ് കൺസേൺഡ് വിത്ത് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയീസ്. ഇറ്റ് ഹെൽപ്സ് ടു ഡിസൈഡ് ഹൗ വെൽ എംപ്ലോയീസ് ഡു ദെയർ ജോബ്. അതായത് മുൻകൂട്ടി നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ചില മാനദണ്ഡങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ പ്രകടനം വിലയിരുത്തുന്ന പ്രക്രിയയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ നടത്തി കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾ എത്രമാത്രം നന്നായി ജോലി ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നു. സെവൻത് സ്റ്റെപ്പ് ഇൻ സ്റ്റാഫിംഗ് ഈസ് പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്, സ്ഥാനക്കയറ്റവും കരിയർ ആസൂത്രണവും. Promotion means moving a person from the present job to another job having higher status, responsibility and pay. Promotion motivates the workers to grow. എന്നുവെച്ചാൽ സ്ഥാനക്കയറ്റം എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിലെ ഒരു വ്യക്തിയെ നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് ഉയർന്ന പദവിയും അതുപോലെ തന്നെ ഉത്തരവാദിത്തവും പ്രതിഫലവുമുള്ള മറ്റൊരു ജോലിയിലേക്ക് മാറ്റുന്നതാണ്. സ്ഥാനക്കയറ്റം നടത്തി കഴിഞ്ഞാൽ അത് തൊഴിലാളികളെ വളരാൻ പ്രേരിപ്പിക്കുന്നു. സ്റ്റാഫിംഗ് എന്ന പ്രക്രിയയിലെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റെപ്പാണ് കോമ്പൻസേഷൻ അഥവാ പ്രതിഫലം നിശ്ചയിക്കൽ. കോമ്പൻസേഷൻ റെഫേഴ്സ് ടു ഓൾ ഫോംസ് ഓഫ് പേ ഓർ റിവാർഡ്സ് ഗിവൺ ടു ദ എംപ്ലോയീസ്. ഇറ്റ് മേ ബി ഇൻ ദ ഫോം ഓഫ് ഡയറക്റ്റ് ഫിനാൻഷ്യൽ പേയ്മെൻറ്റ്സ് ലൈക്ക് വേജസ്, സാലറീസ്, ഇൻസെൻറ്റീവ്സ്, കമ്മീഷൻസ് ആൻഡ് ബോണസസ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് പേയ്മെൻറ്റ്സ് ലൈക്ക് എംപ്ലോയർ പെയ്ഡ് ഇൻഷുറൻസ് ആൻഡ് വെക്കേഷൻസ്. പ്രതിഫലത്തിൽ ജീവനക്കാർക്ക് ഒരു സ്ഥാപനത്തിൽ നിന്ന് പണമായോ അല്ലാതെയോ ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉൾപ്പെടുന്നു. ഇത് നേരിട്ടുള്ള സാമ്പത്തിക പ്രതിഫലങ്ങളായ കൂലി, ശമ്പളം, പ്രോത്സാഹനങ്ങൾ, കമ്മീഷൻ, ബോണസ് എന്നിവയായോ പരോക്ഷമായ സാമ്പത്തിക പ്രതിഫലങ്ങളായ തൊഴിലുടമ പണമടച്ച് നൽകുന്ന ഇൻഷുറൻസ് സംരക്ഷണം, അവധി നൽകൽ മുതലായവയോ ആയിരിക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാഫിങ്ങിൻ്റെ എല്ലാ സ്റ്റെപ്സുകളും എന്തൊക്കെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്സ് ഇവയാണ്. ഫസ്റ്റ് വൺ, എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്വയർമെൻറ്റ്സ്. സെക്കൻഡ് വൺ, റിക്രൂട്ട്മെൻറ്റ്. തേർഡ് വൺ, സെലക്ഷൻ. ഫോർത്ത് വൺ, പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ. ഫിഫ്ത്ത് വൺ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സിക്സ്ത് വൺ, പെർഫോമൻസ് അപ്രൈസൽ. സെവൻത് വൺ, പ്രൊമോഷൻ ആൻഡ് കരിയർ പ്ലാനിംഗ്. ആൻഡ് എയ്ത്ത് വൺ, കോമ്പൻസേഷൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും തൽക്കാലത്തേക്ക് വിട പറയട്ടെ.